മാർക്ക് ജാനറ്റിനായി കാത്തിരുന്നു. അവൾ ഒരിക്കലും വന്നില്ല. ഒടുവിൽ അവൻ തന്നെ എമർജൻസി സർവീസുകളിലേക്ക് വിളിച്ചു. അവർ എത്തുമ്പോഴേക്കും ജോൺ മരണത്തോടടുത്തിരുന്നു. പോലീസ് ആദ്യം മാർക്കിൻ്റെ അജ്ഞാതമായ ആക്രമണകാരിയെക്കുറിച്ചുള്ള കഥ വിശ്വസിച്ചു. എന്നാൽ CCTVയിൽ മാർക്കും ജോണും മാത്രം ഇടവഴിയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു. സമ്മർദ്ദത്തിലായ മാർക്ക് ശബ്ദങ്ങൾ തന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചുവെന്ന് അവകാശപ്പെട്ടു. ആശുപത്രിയിലായിരുന്ന ജോൺ ആദ്യം മാർക്ക് തന്നെ കുത്തിയെന്ന് നിഷേധിച്ചു. പിന്നീട് സമ്മതിച്ചെങ്കിലും എന്തിനാണെന്ന് അവനൊരു പിടിയുമില്ലായിരുന്നു. 1 മാസത്തിനു ശേഷം മാർക്ക് ഒടുവിൽ എല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞു. MI6, ജാനറ്റ്, കോഡ് വേർഡുകൾ, രാജ്ഞി, നിധി എന്നിവയെക്കുറിച്ച്. ഡിറ്റക്റ്റീവുകൾ നിശബ്ദരായി. എന്നാൽ മാർക്കിൻ്റെ കമ്പ്യൂട്ടർ പരിശോധിച്ചപ്പോൾ വ്യത്യസ്ത ചാറ്റ് റൂം വ്യക്തികളിൽ നിന്ന് ഡസൻ കണക്കിന് ഇമെയിലുകൾ കണ്ടെത്തി. റീച്ചൽ, കെവിൻ, ലിൻസെ, ജാനറ്റ് എല്ലാം വളരെ വിശ്വസനീയമായ രീതിയിൽ വ്യത്യസ്തമായിരുന്നു. പിന്നീട് ഒരു വഴിത്തിരിവുണ്ടായി. മിക്ക കഥാപാത്രങ്ങളും മേ ബി, ചിലപ്പോൾ എന്ന വാക്ക് മൈ ബി എന്ന് തെറ്റായി എഴുതിയിരുന്നു. ഒരു വ്യക്തിയാണ് ഇവരെല്ലാം എന്ന് അനലിസ്റ്റുകൾക്ക് മനസ്സിലായി. ചില സന്ദേശങ്ങളുടെ IP വിലാസങ്ങൾ ജോണിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചു. ജാനറ്റ് ഡോബിൻസന്റെ അക്കൗണ്ടിലേക്കുള്ള ഒരു ലോഗിൻ ജോണിൻ്റെ സ്വന്തം കമ്പ്യൂട്ടറിൽ നിന്നായിരുന്നു. അവൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ. ചോദ്യം ചെയ്തപ്പോൾ ജോൺ കുറ്റം സമ്മതിച്ചു. അതെല്ലാം അവൻ തന്നെയായിരുന്നു. റീച്ചൽ, കെവിൻ, ലിൻസെ, ജാനറ്റ് അവരെല്ലാം. ഒറ്റപ്പെട്ട, ബുള്ളി ചെയ്യപ്പെട്ട ഒരു 14 വയസ്സുകാരൻ. നിഷ്കളങ്കനായ മുതിർന്ന സുഹൃത്തിനോ തന്നോട് പ്രണയം തോന്നിക്കാനും ഒടുവിൽ അവനെ കൊല്ലാൻ പ്രേരിപ്പിക്കാനും വേണ്ടി മുഴുവൻ വ്യക്തികളുടെയും ഒരു ലോകം തന്നെ കണ്ടുപിടിച്ചു. എന്തിന്? ജോൺ മാർക്കിനോട് പ്രണയത്തിലായിരുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ മാർക്കിന് തന്നോട് അതേ വികാരം ഉണ്ടാകില്ലെന്ന് അവൻ വിശ്വസിച്ചു. അവൻ കൂടുതൽ ഒറ്റപ്പെടുകയും വിഷാദത്തിലാവുകയും ചെയ്തപ്പോൾ അവൻ്റെ വ്യക്തിത്വങ്ങൾ കൂടുതൽ സങ്കീർണങ്ങളായി. അവൻ്റെ അവസാന ലക്ഷ്യം മാർക്കിൻ്റെ കൈകളിൽ മരിക്കുക, തൻ്റെ അവസാന ശ്വാസത്തിൽ ഐ ലവ് യു എന്ന് കേൾക്കുക. ഒരു വികൃതമായ റോമിയോ ജൂലിയറ്റ് ഫാൻറ്റസി. 2004 2 ആൺകുട്ടികൾക്കും ഒരു UK കോടതി ശിക്ഷ വിധിച്ചു. മാർക്ക് വധശ്രമ കുറ്റം സമ്മതിച്ചു. രാജ്യത്ത് സ്വയം കൊല്ലാൻ മറ്റൊരാളെ പ്രേരിപ്പിച്ച കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയായി ജോൺ മാറി. ഇരുവർക്കും ജയിൽ ശിക്ഷയില്ലാത്ത സൂപ്പർവിഷൻ ഉത്തരവുകളും ചാറ്റ് റൂമുകൾ ഉപയോഗിക്കുന്നതിനുള്ള വിലക്കും ലഭിച്ചു. ഫിക്ഷൻ എഴുത്തുകാർക്ക് പോലും സങ്കല്പിക്കാൻ പ്രയാസമുള്ള ഒരു ഗൂഢാലോചന എന്നാണ് ജഡ്ജി ഇതിനെ വിശേഷിപ്പിച്ചത്. ഇന്നും ഒരു കോടതി ഉത്തരവ് അവരുടെ യഥാർത്ഥ പേരുകൾ UKയിൽ പ്രസിദ്ധീകരിക്കുന്നത് തടയുന്നു. എന്നാൽ ഓൺലൈൻ നിരീക്ഷകർ ജോണിൻ്റെ വ്യക്തിത്വം കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അവൻ ഒരു പങ്കാളിയോടും ഒരു പഗ്ഗിനോടും ഒപ്പം ശാന്തമായി ജീവിക്കുന്നു. മാർക്കിന് എന്ത് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല.